ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാനായി എക്സൈസ് ഒരു പ്രത്യേക ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴയിൽ ഒരു സ്ത്രീ മയക്കുമരുന്നുമായി പിടിയിലാവുമ്പോൾ, ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാവുമ്പോൾ നമുക്ക് അറിയുമായിരുന്നില്ല അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടത് അത് മലയാള സിനിമയിലേക്ക് നീളുന്ന വളരെ ശക്തമായ ഒരു വലക്കണ്ണിയാണ് തസ്ലീമ എന്നതായിരുന്നു. ഇന്നിപ്പോൾ അതിൽ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട നടപടിയിലേക്ക് പോവുകയാണ്. ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എക്സൈസ് ഉന്നയിക്കുക? ശ്രീജ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിൽ പിടിക്കപ്പെടുന്നത് ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1-ന് രാത്രി എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിയ സംഘത്തിൽ നിന്നായിരുന്നു, അതായത് നമ്മൾ നേരത്തെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന, ഒപ്പം സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരടങ്ങുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ് എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു അന്ന് എക്സൈസിന്റെ പിടിയിലാകുകയും ചെയ്തത്. അതൊരു വലിയ ക്യാച്ചായിരുന്നു. അതായത് സാധാരണഗതിയിൽ കേരളത്തിൽ അത്ര കണ്ട് ലഭ്യമല്ലാത്ത, ഇന്ത്യയിൽ കൃഷിയില്ലാത്ത ഹൈബ്രിഡ് കഞ്ചാവ് അത് വിദേശത്ത് നിന്ന് എത്തിച്ചാണ് ഇവിടെ വിതരണം ചെയ്യാനായി കൊണ്ടുവന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തി. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര ലോകത്തുള്ള ആളുകൾക്ക് ഇതിൽ ഇടപാടുകളുണ്ട് എന്നുള്ള വിവരവും ഇവർ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി നൽകുകയും ചെയ്യുന്നു. അത്തരത്തിൽ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസ് കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് ഈ ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട, അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സുലഭമല്ലാത്ത ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിൽ ആലപ്പുഴയിൽ പിടിക്കപ്പെട്ടു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിനുശേഷം ഈ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതായത് സിനിമാ ബന്ധങ്ങൾ ഉണ്ടെന്ന് തുടക്കത്തിൽ തന്നെ എക്സൈസ് സ്ഥിരീകരിക്കുമെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിനകത്ത് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള നടന്മാർക്ക് ഈ ലഹരി വിൽപ്പനയിലെ പ്രധാന ഏജന്റായ, അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തസ്ലീമ സുൽത്താനയുമായി ബന്ധമുണ്ടെന്ന് അവർ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി നൽകുകയും ചെയ്യുന്നു. അതിന് ആ ഒരു മൊഴിക്ക് ആസ്പദമായ തെളിവുകൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തു. അതായത് ഈ നടന്മാരുമായി ഇവർക്ക് ചാറ്റുകളുണ്ട്, ഒപ്പം തന്നെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ എക്സൈസിന് ലഭ്യമാകും. സംശയകരമായ വിവരങ്ങൾ എക്സൈസിന് ലഭ്യമാവുകയും ചെയ്യുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് 1-ാം തീയതി രാത്രിയാണ് എക്സൈസ് ഇത്തരത്തിലൊരു കഞ്ചാവ് വേട്ട നടത്തുന്നതെങ്കിൽ രാവിലെ 11 മണിയോടുകൂടി ഈ സിനിമാ ബന്ധം അവർ കൂടുതൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ കേസ് ദീർഘകാലത്തിൽ, അതായത് പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എക്സൈസ് ടീം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ എക്സൈസിന്റെ ഇവിടുത്തെ സ്ക്വാഡ് CA മഹേഷ് കേസ് അന്വേഷിച്ചെങ്കിൽ പിന്നീട് അത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ അന്വേഷണ ചുമതലയിലേക്ക് വരികയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കേസ് എക്സൈസ് നോക്കിക്കാണുകയും ചെയ്തു. കാരണം നമുക്കറിയാം, ഈ ആദ്യം തസ്ലീമയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ഭർത്താവ് സുൽത്താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വലിയൊരു സെക്സ് റാക്കറ്റും ഒപ്പം തന്നെ ലഹരി വിൽപ്പനയും സ്വർണ്ണക്കടത്തും അടക്കമുള്ള വലിയൊരു സംഘത്തിനെ കുറിച്ചുള്ള വിവരമാണ് ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ബന്ധമുണ്ടെന്നുള്ള സ്ഥിരീകരണവും ഈ തസ്ലീമ സിനിമാ രംഗത്തുള്ളവർക്ക് ഇത് വിതരണം ചെയ്തിരുന്നു എന്നുള്ള ഒരു അവർ അത്തരം സ്ഥിരീകരണം എക്സൈസിന് മുന്നിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവരെ ചോദ്യം ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് എക്സൈസ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും, അത് എന്നുള്ളത് മാത്രമുള്ള ഒരു ആലോചനയിലാണ് എന്നുള്ളതാണ്. കാരണം പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം അത്തരം ഒരു ചോദ്യാവലി അടക്കം തയ്യാറാക്കിയ ശേഷം അവരെ തങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നു. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി എത്തണമെന്നായിരുന്നു നോട്ടീസ്. ആ നോട്ടീസ് കൈപ്പറ്റി ഇന്ന് എത്തുമെന്നാണ് ചലച്ചിത്ര താരങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 3 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുക. അത് ഒന്ന് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ഈ രംഗത്ത് തന്നെയുള്ള ഒരു മോഡലായ ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന
യുവതിയെ കൂടി ഇന്ന് ചോദ്യം ചെയ്യുമെന്നുള്ളവർ ഈ 3 പേർക്കാണ് ഇന്ന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇവരെ കൂടാതെ ബിഗ് ബോസ് താരം, അതായത് ബിഗ് ബോസ് ടെലിവിഷൻ റിയാലിറ്റി ഷോ വിന്നറായിട്ടുള്ള ജിൻഡോ, അയാൾ സിനിമാ നടന്മാരുടെ ജിം ട്രെയിനർ കൂടിയാണ്. ഒപ്പം തന്നെ നിർമ്മാതാവായ ജോഷി എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 5 പേർക്കാണ് ഈ ഒരു കേസിലെ മുഖ്യ പ്രതികൾക്ക് ശേഷം ഇപ്പോൾ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇവരിൽ നിന്നുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മറ്റാളുകളിലേക്ക് കടന്നാൽ മതിയോ എന്നുള്ളത് അടക്കമുള്ളത് അന്വേഷണ സംഘം തീരുമാനിക്കും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയപ്പെട്ടതുപോലെ തന്നെ ഇന്ന് ആ നടന്മാരുമായി ബന്ധപ്പെട്ട ആ ഒരു കേസിനകത്ത് ഇവർക്ക് കൂടുതൽ ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് അടക്കമുള്ള സ്ഥിരീകരണങ്ങളിലേക്ക് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ എക്സൈസ് സംഘം നീങ്ങും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അവർ നീങ്ങുന്നു. കാരണം ദീർഘമായ കാലയളവ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് എക്സൈസ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ശരി ശരണ്യ, ഞാൻ ശരണ്യയിലേക്ക് മടങ്ങിയെത്താം. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, സമാനമായ രീതിയിലാണ് കൊച്ചിയിലും ആലോചനകൾ എന്ന് അറിയുന്നു. അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു നടപടിയിലേക്ക് പോവില്ല. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംവിധായകരെ അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന് അറിയുന്നു. എന്തൊക്കെയാണ് ഇന്നലെ വലിയൊരു വിവാദമാവുകയോ അല്ലെങ്കിൽ വലിയ തരംഗം തന്നെ ആവുകയോ ചെയ്തൊരു വാർത്തയാണ്. സ്വാഭാവികമായും എക്സൈസ് വളരെ ശ്രദ്ധയോടെയല്ലേ നീങ്ങുന്നത്? ശ്രീജ, വളരെ കരുതലോടുകൂടിയാണ് എക്സൈസ് അന്വേഷണ സംഘം ഇതുമായി മുന്നോട്ട് നീങ്ങുന്നത്. കാരണം വെറുതെ ആരെയും വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സെൻസേഷൻ അതിനൊപ്പം തന്നെ നടക്കേണ്ടതില്ല. പകരം ഇതിൽ കൃത്യമായ ഒരു നടപടികളിലേക്ക് മാത്രം നീങ്ങുക, കൃത്യമായൊരു ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്യുക, തെളിവുകൾ കളക്ട് ചെയ്യുക, അതിനുശേഷം മാത്രം ഒരു നടപടികളിലേക്ക് നീങ്ങുക എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും എല്ലാം തന്നെ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ആളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുന്നത്. കാരണം ഇയാൾ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ഇവരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ പേരുകൾ മറ്റെവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ താരമൂല്യമുള്ള ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, അത്തരം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഇടപാടുകാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധന നടക്കുന്നത്. ഫോൺ കോളുകൾ, മറ്റു കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ പരിശോധനയും എല്ലാം തന്നെ നടക്കുന്നു. അങ്ങനെ ഒരു വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു സംവിധായകനായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫ്ളാറ്റാണ് ഈ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഈ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ സ്ഥലം സംബന്ധിച്ച് ഇത് പലരുടെയും ഒളിയിടമാണ്. ഇത് കഞ്ചാവ് വലിക്കുന്നവർക്കിത് അവിടേക്ക് എത്താനുള്ളൊരു സൗകര്യങ്ങളുണ്ട്, അവിടെ ചെന്ന് താമസിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പലപ്പോഴും സിനിമാ ചർച്ചകൾ എന്ന് പറഞ്ഞാണ് പലരും ഇവിടേക്ക് വരിക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെത്രമാത്രം വാസ്തവമുണ്ട് എന്നതടക്കം പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ സമീർ താഹിറിനെയും വിളിപ്പിക്കുക. സമീർ താഹിറിനെയും നോട്ടീസ് നൽകി തന്നെ കൃത്യമായി നോട്ടീസ് അയച്ച് വിളിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെറുതെ ഒരു ആക്ഷേപങ്ങളുടെ പേരിൽ വിളിപ്പിക്കുകയല്ല, കൃത്യമായി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്ളാറ്റിനെ ചുറ്റിപ്പറ്റി അതിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇവിടേക്ക് കഞ്ചാവ് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം എന്താണ്, മറ്റുള്ളവർ ആരൊക്കെയാണ് ഇവിടെ വന്നു പോയിട്ട് അങ്ങനെയുള്ള അത്തരം വിശദാംശങ്ങൾ കൂടി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഒരു അന്വേഷണം കൃത്യമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ ഒരു അന്വേഷണങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഇന്ന് അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നോട്ടീസ് നൽകുക. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ പുരോഗതി അടക്കം, കാരണം ഇനിയൊരാളെ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇയാളെ സംബന്ധിയായ കാര്യങ്ങൾ കൂടി, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടനെ ഒരു നടപടി എന്നതിനേക്കാൾ അപ്പുറം കൃത്യമായ വിവരങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലേക്ക് തുടർ നടപടികളിലേക്ക് പോവുക എന്നതാണ് എക്സൈസ് സംഘത്തിന് കിട്ടിയ നിർദ്ദേശമെന്നാണ് അറിയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിൽ നടക്കുന്ന ഈ പരിശോധനകളിൽ കുടുങ്ങുന്നത് സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖല എത്രമാത്രം സംശുദ്ധമാണ് എന്നതടക്കമുള്ള ഒരു പൊതുചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾ പലയിടങ്ങളിലുമായിട്ട് തന്നെ നടത്തുന്നു എന്ന സൂചനകൾ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഒരു വലിയ ഈ ആഡംബര ഫ്ളാറ്റുകളും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു നിശാ പാർട്ടികളടക്കം നടക്കുന്നു എന്ന നേരത്തെയും തന്നെ വിവരങ്ങളുണ്ടായിരുന്നത്. പലതും തന്നെയും
ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും എല്ലാം തന്നെ സാന്നിധ്യമുള്ളതാണ് എന്നതടക്കം നേരത്തെയും ചില സൂചനകളും വിവരങ്ങളും എല്ലാം തന്നെ എക്സൈസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരിശോധനകളിലേക്ക് പോകുക എന്ന രീതിയിലാണ് എക്സൈസ് സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ സാധാരണ റോഡ് വക്കിലെയും മറ്റും പരിശോധനകൾ മാത്രമായിരുന്നു മുന്നോട്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരം പതിവ് ശീലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് എക്സൈസ് പരിശോധനകളുമായിട്ട് പോകുന്നത്. വലിയിടങ്ങളിലേക്ക് ഈ അന്വേഷണ സംഘം കടന്നു ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സിനിമാ രംഗത്തെ പ്രമുഖരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും അത്തരം പരിശോധനകൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കേസിൽ കുറച്ചുകൂടി തെളിവുകളും കുറച്ചുകൂടി അന്വേഷണവും നടത്തിയ ശേഷം മറ്റ് ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാം എന്ന നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച ആളെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത ശേഷം മതിയെന്നാണ്. ശരണ്യ, ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായതിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന ഈ കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തസ്ലീമയിൽ നിന്ന് ഇത്തരം സൂചനകൾ കിട്ടിയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. അതായത് ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ലഹരിയുടെ വലകളെക്കുറിച്ച് ഏറ്റവും കൃത്യമായ വിവരം നൽകാൻ കഴിയുന്ന ഒരാളായി എക്സൈസ് തസ്ലീമയെ കാണുന്നുണ്ടോ? അത്രമാത്രം സ്വാധീനം അവർക്കുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? ശ്രീജ, ഈ സംഭവം നടക്കുന്ന, അതായത് എക്സൈസ് ഇവരെ പിടിച്ച അന്ന് തന്നെ നമ്മൾ എക്സൈസ് CA മഹേഷിന്റെ പ്രതികരണം തേടിയിരുന്നു. ആ രാത്രി തന്നെ അദ്ദേഹം സ്ഥിരീകരിച്ചതാണ് ഇത് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ ഒരു റാക്കറ്റിന് തസ്ലീമയുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം ന്യൂസ് 18നോട് ആ ദിവസം തന്നെ സ്ഥിരീകരിച്ചായിരുന്നു. പിന്നീട് ആ സ്ഥിരീകരണത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് പിടിച്ച ആ ഒരു ലഹരിയുമായി പിടിച്ചിട്ടുള്ള ആ ഒരു ഫ്ലാറ്റ് സംബന്ധിച്ച് കൃത്യമായ വിവരം എക്സൈസിന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു വിവരം നൽകിയത് തസ്ലീമയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്ലാറ്റ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റ് ആണ് എന്നുള്ളതാണ്. ഒരു ലക്ഷറി ഫ്ലാറ്റ് ആണ്. ആ ഫ്ലാറ്റിൽ ആർക്ക് വേണമെങ്കിലും കയറാം. അതായത് സിനിമാ രംഗത്തുള്ള ആർക്ക് വേണമെങ്കിലും അത് കയറാം. അത് പൂട്ടി അതിന്റെ കീ അതിന് പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുന്നത്. പ്രമുഖ നടന്മാർ, അതായത് ഇപ്പോൾ ഈ ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരല്ല, മറിച്ച് മലയാള ചലച്ചിത്ര രംഗത്തെ പുതുതായി കടന്നു വന്നിട്ടുള്ള പ്രമുഖരായ നടന്മാർ പലരും അവിടെ എത്താറുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞായറാഴ്ച കേന്ദ്രീകരിച്ച് അവിടെ കൃത്യമായ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം എക്സൈസിന് ലഭ്യമായിട്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് അതിനു മുൻപ് തന്നെ വളരെ കൃത്യമായി തസ്ലീമ അറസ്റ്റിലായ ഘട്ടത്തിൽ ഈ ഒരു വിവരം, ഈ ഒരു ഫ്ലാറ്റ് സംബന്ധിച്ചുള്ള വിവരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി പരസ്പരം ആ ഒരു വിവരങ്ങൾ കൈമാറി തന്നെയാണ് എക്സൈസ് കേസ് നോക്കിക്കാണുന്നത്. വെറുതെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്നതിനപ്പുറത്തേക്ക് വിവരങ്ങൾ തേടുക, വളരെ പക്വതയോടുകൂടി പരമാവധി വിവരങ്ങൾ തേടിയതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യലിനായി ഈ നടന്മാരുൾപ്പെടെയുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അത്തരമൊരു തീരുമാനത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. വെറുതെ വിളിച്ച് ചോദ്യം ചെയ്ത് വിടുക എന്നതിനപ്പുറത്തേക്ക് പരമാവധി വിവരങ്ങൾ തേടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നീങ്ങുന്നത്. തീർച്ചയായും നേരത്തെ ശ്രീജ സൂചിപ്പിച്ച വിവരം അത് വളരെ കറക്റ്റാണ്. അതായത് ഈ വർഷങ്ങളായി ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട സിനിമാ ലോകത്ത് ചലച്ചിത്ര താരങ്ങളുമായി അടുത്ത ബന്ധമുള്ള, തോളിൽ കൈയിട്ട് നിന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള അടുത്ത ബന്ധമുള്ള ആളാണ് ഈ തസ്ലീമ എന്നുള്ളതാണ്. അതൊരു ന്യൂ ജനറേഷൻ താരങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പഴയ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, എവിടേക്ക് എന്തൊക്കെ എത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെയധികം ധാരണയുള്ള ഒരാളാണ് തസ്ലീമ എന്നുള്ളതാണ്. അത്തരത്തിൽ വർഷങ്ങളായി ഇവരുടെ ലഹരി ഇടപാടുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ എക്സൈസിൽ നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടായതാണ്. പ്രയാഗ മാർട്ടിൻ അടക്കമുള്ള ചലച്ചിത്ര താരങ്ങളുമായി വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് ഇവരെന്നാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ള. അത്തരത്തിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല നടന്മാരുമായിട്ടുള്ള ചാറ്റുകൾ, ലഹരി ഉപയോഗത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള വളരെയധികം ഇത്തരം ഈ റാക്കറ്റുമായി
കെട്ടുപിണഞ്ഞ സിനിമാ ലോകം കിടക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ തന്നെയാണ് ഉള്ള വിവരങ്ങൾ. അതായത് എക്സൈസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഈ സുൽത്താൻ അക്ബർ അലി ചോദ്യങ്ങളോട് കുറെയൊക്കെ ആ ചോദ്യങ്ങളോട് വഴിതെറ്റി വിടാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ പോലും തസ്ലീമ വളരെ ലാഘവത്തോടു കൂടി തന്നെ തന്റെ സിനിമാ ബന്ധങ്ങൾ തുടർന്ന് പറയുന്നു. തസ്ലീമ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ എക്സൈസ് സംഘം അവരെ പിടിക്കുന്ന ഘട്ടത്തിലും ന്യൂസ് 18 വാർത്താ സംഘം നമ്മളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അവർ വളരെ ലാഘവത്തോടുകൂടി തനിക്ക് വ്യക്തമായ സിനിമാ ബന്ധങ്ങളുണ്ട്, താൻ ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മളോടുൾപ്പെടെ അവർ ആ ഒരു അറസ്റ്റിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നമ്മളോട് ഉൾപ്പെടെ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുന്ന ഘട്ടത്തിൽ ഇവരുടെ ബാഗുകളൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ വളരെ ലാഘവത്തോടു കൂടി അവർ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കോളൂ, ഇന്ന കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നടക്കം നമ്മളോട് ഉൾപ്പെടെ പറയുന്നു. നമ്മളുടെ സാന്നിധ്യത്തിൽ പോലും അവർ ആ സിനിമാ ബന്ധങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വളരെയധികം അടുത്ത ബന്ധം ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പല നാടുകളിൽ പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ ഇരട്ടി സ്വദേശിയായ ഇവർ പിന്നീട് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഉടുപ്പിയിലെത്തുകയായിരുന്നു. ഉടുപ്പിയിൽ നിന്നും ആണ് ഈ സുൽത്താൻ അക്ബർ അലിയുമായി വിവാഹിതനാവുകയും ഈ സുൽത്താൻ അക്ബർ അലി കൃത്യമായ ഒരു സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ഒരാളാണ്. ഇലക്ട്രിക് ഷോപ്പിന്റെ മറവിൽ ലഹരി കടത്തും ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു കണ്ണി പിന്നീട് ക്രിസ്റ്റീന കൊച്ചി കേന്ദ്രീകരിക്കുകയും കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങളുമായുള്ള ഇടപാടുകൾ, അത്തരത്തിൽ സിനിമയിലെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ഇടപാടുകളും പല രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് ഇവർ എന്നുള്ളതാണ്. സൗഹൃദങ്ങളുണ്ട്, ലഹരി വിൽപ്പനയുണ്ട്, അതിനപ്പുറമുള്ള പല ബന്ധങ്ങളും ഇവരെല്ലാം തമ്മിൽ ഉണ്ട് എന്നുള്ളത് എക്സൈസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും അവർ അത്തരം കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഷൈനുമായിട്ടുള്ള ചില ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എക്സൈസ് റിക്കവർ ചെയ്യും എന്നുള്ളതാണ്. ഫോൺ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലേക്ക് കടക്കുന്നത്. അത്തരത്തിൽ എടുത്തു ചാടിയുള്ള ഒരു നീക്കമല്ല, നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു ചാടിയുള്ള ഒരു നീക്കമല്ല എക്സൈസിന്റേത്. വളരെ പാകതയോടുകൂടി തന്നെ അവർ കാര്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ നടന്മാരെ ചോദ്യം ചെയ്യലിനായി എക്സൈസ് ആസ്ഥാനത്തേക്ക് വിളിച്ചിട്ടുള്ളത്. ശരണ്യ സ്നേഹജനും ഒപ്പം ഡാനി പോളുമാണ് വിവരങ്ങൾ നൽകിയത്. മലയാള സിനിമ ലഹരിയുടെ പിടിയിലാണ് എന്ന് ഒരുപാട് കാലമായി പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഈ അടുത്തിടെ പ്രത്യേകിച്ചും അതിന് കൃത്യമായൊരു തെളിവുകളിലേക്ക് എത്താൻ പലപ്പോഴും എക്സൈസിനോ പോലീസിനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സമയം പരിശോധന ശക്തമാക്കിയതിന് പിന്നാലെയാണ് തസ്ലീമയും അല്ലെങ്കിൽ ഇന്നലെ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ ഈ ഒരു സർവൈലൻസ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പ്രമുഖ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായതിന്റെ ഞെട്ടലായിരുന്നു ഇന്നലെ സിനിമാ ലോകം. കഞ്ചാവുമായി എത്തിയ പ്രവാസിയെ പിടികൂടാനാണ് വാസ്തവത്തിൽ എക്സൈസ് സംഘം ഫ്ളാറ്റിൽ എത്തിയതെന്നാണ് വിവരം. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഷാലിഫ് മുഹമ്മദ് പ്രവാസിയാണ്. അതേസമയം ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടിയ ശേഷമായിരിക്കും ഇനി കൂടുതൽ ഈ കേസിന്റെ നടപടികൾ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലാകുന്നത്. ഇവരെ പിടികൂടിയ ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ സിനിമാ ചർച്ചകൾക്കായി നിരന്തരം എത്താറുണ്ടെന്നാണ് വിവരം. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റാണിത്. എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ അറിവോടെയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്. സമീർ താഹിറിനെയും എക്സൈസ് സംഘം ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ഓസ്ട്രേലിയൻ പ്രവാസിയായ മലയാളി ലഹരി എത്തിക്കുന്നുവെന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചത്. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഖാലിദ് മുഹമ്മദ് പ്രവാസിയാണ്. ഖാലിദ് മുഹമ്മദിന് ലഹരി നൽകിയ വ്യക്തിയെ അന്വേഷണ സംഘത്തിന് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് സംവിധായകരിൽ നിന്നും ലഹരി കണ്ടെടുത്തതെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തത് വളരെ ഗൌരവകരമായാണ് അന്വേഷണ സംഘം കാണുന്നത്. ന്യൂസ് 18 കൊച്ചി.